നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വഴിക്കൂടെയല്ല 4 വഴിക്കൂടെയാണ് CPM-നിട്ട് അടി കിട്ടുന്നത്. ശബരിമല വിഷയം CPM-നെ വല്ലാതെ വെള്ളം കുടിപ്പിക്കുകയാണ്. നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയോടടിയാണ് CPM-ന് കിട്ടുന്നത്. അതിന്റെ കൂടത്തിൽ വെള്ളിടിയേറ്റതുപോലെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലെ വെട്ടിപ്പുകൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതും ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്നതും. ഇപ്പോൾ CPM-ന്റെ അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന ചോദ്യം, ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് CPM-ന്റെ നിലപാട്, കോടതിയിൽ എന്ത് നിലപാടാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. എന്നാൽ എന്ത് നിലപാട് പറയണമെന്നറിയാതെ ഉഴലുകയാണ് ഓരോ CPM-കാരനും. പ്രവർത്തകരാകട്ടെ ആകെ അമർഷത്തിലാണ്. നേതാക്കൾ ആരെങ്കിലും ഒരു നിലപാടെടുത്ത് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അതിൽ കയറി ന്യായീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നേതാക്കന്മാരാകട്ടെ ഓടി ഒളിക്കുകയാണ്. മന്ത്രി ബിന്ദു ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ്. എന്നാൽ ആ ഉചിതമായ തീരുമാനം എന്താണ് എന്ന് ജനങ്ങളോട് പറയാൻ പോലും ഭരണകൂടത്തിന് മടിയല്ല, പേടിയാണ്. CPM-നെയും ഭരണകൂടത്തെയും സംബന്ധിച്ച് ശബരിമല കഴുത്തിന് ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അടി കിട്ടുന്ന അവസ്ഥ. എന്തായാലും പിണറായി വിജയൻ ഒരക്ഷരം ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല. കാരണം പിണറായി വിജയൻ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓടി ഒളിക്കുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിലും അതുതന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ശബരിമല എന്ന് വാ തുറക്കാൻ പോലും പിണറായി തയ്യാറാകുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ പോയി നിന്ന് ഗീർവാണം അടിച്ചതുപോലത്തെ അന്നത്തെ ഹീറോയിസം ഒന്നും പിണറായി ഇപ്പോൾ കാണിക്കുന്നുമില്ല. അതുകൊണ്ട് ഓരോരുത്തരെ വെളുപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്യാപ്സൂൾ ഇറക്കാൻ നേതാക്കന്മാരെ സെറ്റാക്കിയിരിക്കുകയാണ് പിണറായി. MV ഗോവിന്ദനും MA ബേബിക്കുമാണ് വെളുപ്പിക്കലിന്റെ അടങ്കൽ കൊടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട അവസ്ഥയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതോടെ നിലപാട് മാറ്റിയാലും CPM വിവാദത്തിലാകുന്ന അവസ്ഥ. വിഷയത്തിൽ ഉരുണ്ടു കളിക്കുകയാണ് നേതാക്കൾ. സമുദായ സംഘടനകളുടെ സമ്മർദ്ദത്തിന് CPM വഴങ്ങുമോ അതോ പഴയ പുരോഗമന നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. എന്നാൽ വിഷയത്തിൽ നിന്നും തെന്നിമാറുകയാണ് നേതാക്കൾ എല്ലാവരും. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും. സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഉചിതമായ തരത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കും എന്നാണ് MA ബേബി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ പാർട്ടിയോട് സുപ്രീം കോടതി നിലപാട് ചോദിച്ചിട്ടില്ല. ഇത് ഇവിടുത്തെ വിഷയമാണ്, സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യട്ടെ എന്നും MA ബേബി പറഞ്ഞു. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ വിവാദം ഉണ്ടായതാണല്ലോ. ആ സാഹചര്യത്തിൽ ഇവിടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കട്ടെ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് വഴിവെച്ചുകൂടാ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന സമീപനമാണ് പിന്തുടർന്നിട്ടുള്ളത്. അതെല്ലാം സാമൂഹികമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെയും ബോധ്യപ്പെടുത്തിയാണ് ചെയ്യേണ്ടത്. അതാണ് പാർട്ടിയുടെ പൊതു സമീപനം. യുവതി പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് അഭിപ്രായം രൂപീകരിച്ച് അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ MA ബേബിയെ ഇറക്കി ഒന്ന് വിളിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ MA ബേബിക്ക് അറിയാം ഈ വിഷയത്തിൽ എന്തെങ്കിലും വാ തുറന്നാൽ 8ന്റെ പണി കിട്ടുമെന്ന്. അതുകൊണ്ട് അത് പിണറായി വിജയന്റെ തലയ്ക്ക് തന്നെ ഇട്ടിരിക്കുകയാണ് MA ബേബി എന്തായാലും. പക്ഷേ ബേബി സഖാവ് നിലപാട് പറയാതെ പോയതുകൊണ്ട് ഇപ്പോൾ പാർട്ടി വെട്ടിലായിരിക്കുകയാണ്. ട്രോളന്മാരെല്ലാവരും കൂടി എടുത്തിട്ട് ട്രോളുന്നുമുണ്ട്. ശബരിമലയിൽ നിന്ന് വിറയ്ക്കുകയാണ് MA ബേബിയും പാർട്ടിയും പിണറായിയും ഒക്കെ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് നേതാക്കൾ എല്ലാവരും ശ്രമിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കരച്ചിലായിരുന്നല്ലോ CPM. ആ സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങോട്ട് വന്ന് നിന്ന് നിരന്തരം ഗീർവാണമടികളായിരുന്നു. പുരോഗമനത്തിന് വേണ്ടിയാണ്, നവോത്ഥാനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുകയാണെന്നും ഒരു നിലപാട് അത് പറയാൻ പോലുമുള്ള കെൽപ്പില്ല എന്നുമാണ് MA ബേബിക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഹാസം. എന്തായാലും ശബരിമലയിൽ അടപടലം പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ വീണിരിക്കുന്നത്. സുപ്രീം കോടതി വിഷയം പരിഗണനയ്ക്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിന് നിലപാട് പറയേണ്ടി വരും. യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് യുവതികളെ പ്രവേശിപ്പിക്കുമോ ഇല്ലയോ, എന്ത് നിലപാടെടുത്താലും അത് CPM-നും പിണറായിക്കും ഇരട്ടച്ചങ്കനും അടി കിട്ടുന്ന വകയാണ്. കാരണം മുൻപ് സ്ത്രീകളെ കയറ്റും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു കൂട്ടരെ ചൂട്ടും കത്തിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഇന്നിപ്പോൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് സർക്കാർ നിലപാടെടുത്തു കഴിഞ്ഞാൽ പുരോഗമനക്കാരെ
കൈവിട്ടതുപോലെയായി പോകും, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകളെയൊക്കെ. എന്നാൽ മറ്റൊരു വഴിക്കൂടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കണക്കുകൂട്ടലും പാർട്ടിക്കുണ്ട്. എന്തായാലും എന്ത് തീരുമാനം എടുത്താലും പഴി കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത് തന്നെ SNDPയുടെയും NSSന്റെയും പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പെട്ടിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നിലപാട് പറയണം എന്ന് NSSും SNDPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം നടന്ന് കഴിഞ്ഞ് പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം സുകുമാരൻ നായർ പറഞ്ഞ ഒരു നിലപാടുണ്ടായിരുന്നു. ശബരിമലയിലെ വിശ്വാസം സർക്കാർ സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ട് എന്നൊക്കെയായിരുന്നു. അതായത് യുവതീ പ്രവേശനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമായിരുന്നു ഒരു വഴിക്കൂടെ സുകുമാരൻ നായർ പറഞ്ഞു വെച്ചത്. ഇത് പോരാത്തതിന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ഉചിതമായ നടപടി സർക്കാർ എടുക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന്. ഇതേ നിലപാട് തന്നെയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ ഉചിതമായ നല്ല ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. അതായത് സമുദായ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ സർക്കാർ അവിടെ കയറ്റില്ല, ആ ഒരു തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നേതാക്കൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പിണറായി തീച്ചൂളയിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന MA ബേബി ആകട്ടെ കൂടുതലൊന്നും പറയാതെ തടി തപ്പുകയായിരുന്നു. ഇതുകൂടാതെ MA ബേബി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നോക്കാം. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിവാദവും MA ബേബി തള്ളിപ്പറഞ്ഞു. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഒരംഗത്തിനും ഫണ്ട് ദുരുപയോഗപ്പെടുത്താൻ കഴിയില്ല. ഫണ്ട് ദുരുപയോഗപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടിയെടുക്കും. പാർട്ടി ഫണ്ടുകൾ പാർട്ടി കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് സർക്കാരിനും ഇൻകം ടാക്സ് വകുപ്പിനും അടക്കം കൊടുക്കേണ്ടതുണ്ട്. ഇതൊന്നും അറിയാത്തവരാണ് കള്ളക്കണക്ക് പറയുന്നതെന്നും MA ബേബി പ്രതികരിച്ചു. കണക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യ സഹജമായ തെറ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും ഉണ്ടാകില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ അത് കണ്ടുപിടിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും. അതിനാരും വാർത്താ സമ്മേളനം നടത്തേണ്ടതില്ല. ആരോപണം ഉന്നയിച്ചയാൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിലാണ് അഭിമുഖം നടത്തി ആരോപണം ഉന്നയിച്ചത്. രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പാർട്ടി പരിശോധിച്ച് അത് തള്ളിക്കളഞ്ഞതാണെന്നും MA ബേബി പറഞ്ഞു. എന്തായാലും MA ബേബി ഈ വിഷയത്തിലൊക്കെ സംസാരിച്ചുവെങ്കിലും ശബരിമലയിൽ കൂടുതലൊന്നും പ്രതികരിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.